ഈ നാച്ചർ നമുക്ക് രണ്ട് തരത്തിലുള്ള ആയുധങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ബോഡിയാണ്, രണ്ട് നമ്മുടെ മൈൻഡാണ്. അപ്പോൾ ബോഡി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും, നമുക്ക് തൊടാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ മൈൻഡ്? മൈൻഡ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല. ഒരു കമ്പ്യൂട്ടറിനെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് മൈൻഡ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നതിന്റെ CPU ആണല്ലോ. ആ CPU വർക്ക് ചെയ്യണമെങ്കിൽ ആ CPU ഏത് തരത്തിലാണോ, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ഏത് തരത്തിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മുടെ ബ്രെയിനിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്സ് ആയിക്കോട്ടെ, 2-3 വർഷങ്ങൾക്ക് ശേഷം അത് ഹാങ് ആവാറുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് കുറയാറുണ്ട്, അതിൻ്റെ മെമ്മറി കുറയാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആ മൊബൈലിനെ നമ്മൾ സാധാരണയായിട്ട് മാറ്റിയിട്ട് പുതിയ മൊബൈൽ വാങ്ങാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു ബോഡി മാത്രമേ ഉള്ളൂ, ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരിക്കലും അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ചേഞ്ച് ആക്കണമെങ്കിൽ നമുക്ക് അപ്ഡേഷൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈലും അല്ലെങ്കിൽ ലാപ്ടോപ്പും അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിനെ നമ്മളും അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടോ അത്രയും പഴക്കം നിങ്ങളുടെ മൈൻഡാകുന്ന നിങ്ങളുടെ സോഫ്റ്റ്വെയറിനുണ്ട്. അപ്പോൾ അതിൻ്റെ ലാഗ്നസ് കുറക്കണമെങ്കിൽ, അത് ഷാർപ്പായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ മൈൻഡിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ അപ്ഡേറ്റ് ചെയ്യാറ്? കമൻറ്റ് മീ ബിലോ.